വ്യൂസ് ഒന്നുമില്ലാതെ ചത്തിരിക്കുന്ന നമ്മുടെ ചാനൽ. കനത്ത നിശബ്ദത. അതാ പെട്ടെന്നൊരു ദിവസം BTS റിയാക്ഷൻ വീഡിയോ വരുന്നു. BTS ആർമിയുടെ 1 കമന്റ്, 2 കമന്റ്, 3 കമന്റ്, ചെറവറ കമന്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഞാൻ അറിയാതെ BTSൽ ഒരു മെമ്പറിൻ്റെ വീഡിയോ ചെയ്തു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ BTSന് ഇത്രയധികം സപ്പോർട്ടേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ കമൻറ്റൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അതിൽ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഞാനിപ്പോൾ വായിക്കാം. ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ. എല്ലാം BTSനെ കുറിച്ചിട്ടായിരുന്നു. ഇതിൽ അജിത കണ്ണൻ എന്ന് പറയുന്ന നാട്ടിലവർ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് വരെ ഇവരെ പോലെ BTS എന്താണെന്ന് പോലും അറിയാതെ അവർ വെറുത്തിരുന്ന ഒരാളായിരുന്നു ഞാനും. പിൻകാലത്ത് അവരെക്കുറിച്ചുള്ള അറിവുകൾ എന്നെ പൂർണ്ണമായും ഒരു ആർമിയാക്കി മാറ്റി. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും ഈ ഹേറ്റേഴ്സിൻ്റെ വികാരം. ഈ BTSൽ എന്താ ഇത്രയ്ക്കുള്ള പ്രത്യേകിച്ച് എന്ന് പരാതിപ്പെടാതെ കുറച്ച് ആകാംക്ഷയോടെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. മനസ്സിൽ വെറുപ്പും മടുപ്പും ഇല്ലാതെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൽ ഒട്ടുമിക്കവരും ആർമീസ് ആയി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ഭൂരിഭാഗം ആർമീസിൻ്റെയും ബിഹൈൻഡ് സ്റ്റോറി. അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും അത് അനുഭവിക്കണം സുഹൃത്തുക്കളെ. പിന്നെ ഒരു കാര്യത്തെ വിമർശിക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ വിമർശനത്തിന് പ്രസക്തി ഇല്ലാതാവും. അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് BTS ആർമിയുടെ വികാരം. ബിക്കോസ് നമുക്ക് നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻസ്പിറേഷനാക്കി എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സത്യം പറഞ്ഞാൽ ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് BTSൻ്റെ സ്റ്റോറി. ഞാൻ മലയാളത്തിലുള്ള കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയായിരുന്നു. എനിക്കും പേഴ്സണലി ഒരുപാട് മോട്ടിവേഷൻ കിട്ടി അവരുടെ ബാക്ക് സ്റ്റോറീസ് എല്ലാം കേട്ട സമയത്ത്. സോ അതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ചാനലിൽ കമൻ്റ് ഇട്ട BTS ആർമിനോടാണ്. അതുകൂടാതെ എനിക്കൊരു പുതിയൊരു ഐഡിയ തോന്നിയത് അടുത്തൊരു BTS മെമ്പറിനെ കൂടി വരച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. നെക്സ്റ്റ് ആരെ വരയ്ക്കണം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് BTSലെ മെമ്പർ. ഞാൻ റാൻഡമായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതിൽ ആരാണ് പോപ്പുലർ, ആരാണ് ഒരുപാട് പോപ്പുലർ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മെമ്പർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ റാൻഡമായിട്ട് BTSലെ മെമ്പർ V എന്ന് പറയുന്നൊരു മെമ്പർ ഉണ്ട്. റിയൽ നെയിം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. BTS V. കിം ടിയാഹുങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിമാണ് V. സൗത്ത് കൊറിയൻ സിംഗറാണ്, സോങ് റൈറ്ററാണ്, BTSൻ്റെ വോക്കലിസ്റ്റാണ്. 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈസ് BTS V സിംഗിൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കൊള്ളാം. നമുക്ക് അദ്ദേഹത്തിന് നല്ലൊരു ഫോട്ടോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവരുടെ ഫോട്ടോ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലൈറ്റ് ആൻഡ് ഷാഡോ ഉള്ള ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമുണ്ടായിരിക്കും. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ തന്നെയാണ്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. നമുക്കിത് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ആക്ടേഴ്സിനൊക്കെ വരയ്ക്കാനായിട്ട് ഫോട്ടോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഫോട്ടോ കിട്ടാനായിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിലപ്പോൾ, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ നോർമലി സെർച്ച് ചെയ്യുക. അപ്പോൾ BTS V എന്ന് ഞാൻ സെർച്ച് ചെയ്തതുപോലെ തന്നെ നോർമലി സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബ്രൗസറിലാണെങ്കിൽ ഇവിടെ ഓൾ ഇമേജസ്, ന്യൂസ്, ബുക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടാബ്സ് ഉണ്ടാവും. ഇതിൻ്റെ അറ്റത്ത് ടൂൾസ് കൊണ്ടൊരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കണ്ടോ സൈസ്, കളറ്, ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡ്രോപ്പ് ഡൗൺസ് വരും. അതിൽ സൈസ് എടുത്തിട്ട് ലാർജ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് കിട്ടും. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് വേണമെങ്കിൽ കളർ എടുത്തിട്ട് കണ്ടോ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൾറെഡി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് വരും. അപ്പോൾ ഗൂഗിളിൽ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് വരുള്ളൂ. ഇപ്പോൾ Vയുടെ സെർച്ച് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഇമേജസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി സെർച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മെയിൻലി നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജസ്, പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ ഒക്കെ ഈ ഒരു മെത്തേഡ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ കുറച്ച് സൈസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം വരയ്ക്കാനുള്ള ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ വരയ്ക്കാനായിട്ട് എടുക്കാൻ പോകുന്നത്. കണ്ടോ ഇതിൽ ഈ ഒരു സൈഡിലായിട്ട് നല്ല രീതിയിൽ ലൈറ്റ് വീഴുന്നുണ്ട്, ഷാഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫേസിൽ നല്ലൊരു 3D ഫീല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കടക്കാം. ഓൾറെഡി സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. HB പെൻസിൽ ആദ്യം യൂസ് ചെയ്തിട്ട് ലൈറ്റ് ടോൺസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പതിവിലും വിരുദ്ധമായിട്ട് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടല്ല ചെയ്യുന്നത്, കുറച്ചും കൂടി വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരലൽ ഹാച്ചിങ് മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കിയിട്ട് ഒരുപാട് ഹൈലൈറ്റ് ഉള്ള ഭാഗങ്ങൾ പ്യുർ വൈറ്റ് തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ
ലൈറ്റ് ടോൺ വെച്ചിട്ട് പാരൽ ഹാച്ചിങ് ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തത് 4B പെൻസിലാണ്. നെക്സ്റ്റ് മിഡിൽ ടോൺ എന്നുള്ള ഭാഗങ്ങളെല്ലാം 4B പെൻസിൽ വെച്ചിട്ട് തന്നെ അവിടെയും നമ്മൾ പാരൽ ഹാച്ചിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡാർക്ക് ഷാഡോസ് എല്ലാം വരുന്നുണ്ട്. ആ ചെവിയുടെ ഭാഗത്ത് പിന്നെ മുടിയുടെ നിഴലൊക്കെ ഫേസിലേക്ക് വീഴുന്നുണ്ട്. അപ്പർ ലിപ്പ് കുറച്ച് ഡാർക്ക് ടോൺ ആണ്. അതെല്ലാം നമ്മൾ ഈ 4B പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളൊരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പെന്ന് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെ അവിടത്തേക്ക് കണ്ണ്, മൂക്ക്, ലിപ്പ് എന്ന ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി കെയർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ ഫേസ് കട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു പോർട്രേറ്റ് വരയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. സോ അത്രയും കെയർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ടൊരു ബ്ലാക്ക് ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ഹെയർ ഫുള്ള് ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ബ്ലാക്ക് കൊടുക്കുകയല്ല, ഹൈലൈറ്റൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഹെയറിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ബ്ലാക്ക് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഒരു രഹസ്യമാണ്. അത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇതുവരെ വരച്ച പോർട്രേറ്റ്സിൽ വെച്ചിട്ട് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് BTS മെമ്പേഴ്സിൻ്റെ പോർട്രേറ്റ്സ് ആണ്. കാരണം നിങ്ങൾക്കറിയാലോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സാണ്. സോ അത് ശ്രദ്ധിച്ച് വരച്ചാൽ മാത്രമേ അതേപടി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ കണ്ട ചിത്രം ഞാൻ ആദ്യമായിട്ട് വരച്ച ചിത്രമല്ല, അതെൻ്റെ രണ്ടാമത്തെ ട്രൈ ആയിരുന്നു. ആദ്യം വരച്ച സമയത്ത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് മാറ്റിവെച്ച് രണ്ടാമത് വീണ്ടും ട്രൈ ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളൊരു ചിത്രം വരച്ചിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എത്ര പേര് അത് ശരിയാവുന്നത് വരെ വീണ്ടും 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 വരയ്ക്കാറുണ്ട്? എനിക്കറിയാം ഒരുപാട് പേരൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇനി മുതൽ വരയ്ക്കണം. ഒരിക്കൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ളതല്ല ഒരു ചിത്രവും. അതുപോലെ തന്നെ ആവട്ടെ നിങ്ങളുടെ ജീവിതവും. ഇത് ഇപ്പോൾ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് കുറച്ച് പേര് ഈയിടെ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ യൂട്യൂബിലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് കണ്ടിട്ട് അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുന്നുണ്ട്, ശരിയാവുന്നില്ല എന്നുള്ളതൊക്കെ. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് എല്ലാം ഒറ്റ ട്രൈയിൽ കറക്റ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കില്ല. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അങ്ങനെ മിസ്റ്റേക്സ് ഉള്ള വീഡിയോസൊന്നും നിങ്ങൾ കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. യൂട്യൂബിൽ ഇടുന്നതെല്ലാം ഞാൻ മാക്സിമം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് വരുന്നില്ല എന്നുള്ളതല്ല, മിസ്റ്റേക്സ് എല്ലാവർക്കും വരും. നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രാക്ടീസിൽ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവിടെ എത്തിയില്ല എന്നൊക്കെ നിങ്ങൾ ഡിപ്രഷൻ അടിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വിഷമിക്കാൻ മാത്രമേ നമുക്ക് സമയം കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. ഓരോ തവണയും നെക്സ്റ്റ് ഡേ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനും നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും പുറത്തെടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രൈയിൽ നമ്മൾ ഫിനിഷ് ആക്കുന്ന ഈ ആർട്ട് വർക്കിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വന്ന സമയത്ത് നമ്മളൊരു യെല്ലോ കളർ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒരു ഫ്ലാറ്റ് യെല്ലോ കളർ. അത് ആക്ച്വലി ഗോഷ് കളേഴ്സാണ്. ഒരു മിഡ് യെല്ലോ എന്ന് പറയുന്ന പേരുള്ള കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ കളർ കണ്ട സമയത്ത്. അതുകൂടാതെ ഹെയറിൽ നമ്മൾ നേരത്തെ ഹൈലൈറ്റ് പോലെ വിട്ട ഭാഗത്ത് 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിത്രം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്താണ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് BTSന് ഇത്രയ്ക്കും ഇഷ്ടം? ഞാൻ അറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുന്ന സമയത്ത്. എനിക്ക് പ്രത്യേകിച്ച് അവരുടെ സോങ്സ് എല്ലാം ഇഷ്ടമായി. പിന്നെ കുറച്ച് സ്റ്റോറീസ് കേട്ട സമയത്ത് ഇതിലെ എല്ലാ മെമ്പേഴ്സിനും അവരുടേതായ സ്റ്റോറീസ് ഉണ്ടെന്ന് മനസ്സിലായി. സോ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് BTSന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? പ്ലസ് BTSൽ നിങ്ങളുടെ ഫേവറേറ്റ് മെമ്പർ ആരാണ്? അപ്പോൾ ഇതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.